ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എല്ലാവരും സ്കൂളിൽ പോണ തിരക്കും സ്കൂളിൽ വിടാനുള്ള തിരക്കൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്നായി വളരാനും നന്നായി പഠിക്കാനൊക്കെ പറ്റട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് ജൂൺ 2 എല്ലാ കുട്ടികളും ഇതുപോലെ പുതിയ യൂണിഫോമും ബാഗും പുസ്തകവും ഒക്കെ ആയിട്ട് കാത്തു നോക്കിയിരുന്നൊരു ദിവസമായിട്ട് ഇന്ന്. നമുക്ക് ജൂൺ 2 എത്രയായാലും ഈ അടുക്കളയും പണിയും തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കില്ലേ. അപ്പം ഇന്ന് ഇതുപോലെ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി കുട്ടികൾക്ക് ഇനി സ്കൂളിൽ പോകണമല്ലോ. ഇത്രയും ദിവസം താമസിച്ചാണ് എണിച്ചത്. വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പതിയെ സാവധാനത്തിൽ ഒക്കെ മതിയായിരുന്നു. ഭക്ഷണം കഴിക്കുന്നത് ടൈമും ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് മുതൽ അത് ഒന്നോടെ തുടങ്ങുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോഴേ ഒന്ന് സെറ്റ് ആവുള്ളൂ. നേരത്തെ എണീക്കണം, പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി അവരെ വിളിച്ചു കേട്ടോ. ഉറങ്ങി നേരത്തെ വിളിച്ചെണിപ്പിച്ചു. നേരത്തെ തന്നെ വണ്ടി വരുമല്ലോ, സ്കൂൾ ബസ് വരുന്നതുകൊണ്ട്. സ്കൂൾ ബസ്സല്ല കേട്ടോ, ഓട്ടോയിലായിട്ട് പോകട്ടെ. ഓട്ടോ വരുന്നതുകൊണ്ട് പിന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട്. അവരിനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കണം. 8-10 വണ്ടി വരും. കുറച്ച് ദിവസമായിട്ട് വീട്ടിലിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പൂച്ചയാണ് കേട്ടോ. ഇപ്പം ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്. എനിക്ക് പൂച്ച വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അകത്ത് കയറ്റാനോ കുട്ടികളെ തൊടാനോ ഒന്നും ഞാൻ സമ്മതിക്കാറില്ല. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ദോശയും ചമ്മന്തിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചില ഓർമ്മകളൊക്കെ ഓർക്കുമ്പോൾ അതൊന്ന് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ശരിക്കും നമ്മുടെ ബാല്യമായിരിക്കും കേട്ടോ. ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാലമാണ് ബാല്യകാലം എന്നാണ് നമ്മൾ അന്ന് വിചാരിച്ചിരുന്നത്. അതിൽ നിന്നൊന്ന് കരകയറിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഓർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പോകുന്ന ലൈഫിൽ നമ്മൾ ഓർക്കും, ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടും ടെൻഷനുള്ള ലൈഫ്. ആ കുട്ടിക്കാലം എത്ര നല്ലതായിരുന്നു എന്ന് നമ്മൾ ഇടയ്ക്ക് വിചാരിക്കാറില്ലേ. ഇതൊന്ന് തിരിച്ച് കറക്കി ഒന്നും കൂടി ചെറുതാവാൻ പറ്റുമായിരുന്നെങ്കിൽ കളക്ടർ ആവാൻ വരെ പ്ലാനുള്ളവരുണ്ടാവും ചിലരൊക്കെ, അല്ലേ? അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ തമാശയാണെങ്കിലും ചിന്തിക്കില്ലേ. കുറച്ച് ദിവസമായി ലഞ്ച് ബോക്സ് ഒക്കെ എടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു. ഇതൊക്കെ കഴുകി തന്നെ വെച്ചിരുന്നായിരുന്നു, എന്നാലും കഴുകി വൃത്തിയാക്കി എടുത്തു. അങ്ങനെ മോള് സ്നാക്സ് കൊണ്ടുപോകാറുണ്ട്. ലഞ്ച് ടൈം കുറച്ച് താമസിച്ചിട്ടായതുകൊണ്ട് വിശക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. മോൻ സ്നാക്സ് ഒന്നും കൊണ്ടുപോകാറില്ല. അവൻ വലിയ കുട്ടിയായില്ലേ, അതുകൊണ്ട് സ്നാക്സ് കൊണ്ടുപോകലൊന്നുമില്ല കേട്ടോ. മോള് സ്നാക്സ് കൊണ്ടുപോകാറുണ്ട്. പിന്നെ രാവിലെ എനിക്ക് സ്കൂളിൽ കുട്ടികൾ പറഞ്ഞു വെച്ചാൽ ഉടനെ തന്നെ എനിക്ക് ഷോപ്പിലേക്ക് പോകാനുള്ളതുകൊണ്ട് രാവിലെ എല്ലാ കാര്യങ്ങളും ഈ ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് അവർക്ക് ഞാൻ മോരുകറിയും പിന്നെ വെണ്ടയ്ക്ക തോരനും അച്ചാറും ചിക്കൻ പൊരിച്ചതൊക്കെ ആയിട്ടാണ് കൊടുത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ചോറ് കുറച്ച് മതി, അധികം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 2 അടുത്ത് നിന്ന് കുറച്ച് ചോറൊക്കെ ഇടിച്ചിട്ടുള്ളൂ. മോൾക്ക് ചാറ് കറിയും എല്ലാ കറികളും വേണം നിർബന്ധമുണ്ട്. മോൻ അങ്ങനെ കറികളും ഒന്നും വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. പച്ചക്കറി കഴിക്കാനൊക്കെ വലിയ മടിയുള്ള ഒരാളാണ്. അങ്ങനെ ഇക്കാനും കുട്ടികളൊക്കെ ധൃതിയിൽ യാത്രയാക്കി വിടാനുള്ള ഒരു തിരക്കാട്ടോ രാവിലെ. നെട്ടോട്ടാണ്. അതുപോലെ തന്നെ കുളിക്കാനൊക്കെ പറയുമ്പോഴും അവിടെ ഇവിടെയും നിന്ന് ആങ്ങി തൂങ്ങിയൊക്കെ നിൽക്കുമ്പോൾ ഒച്ചയെടുക്കലും ബഹളവും ഒക്കെ ആയിരിക്കും. അങ്ങനെ എനിക്ക് കുറച്ച് പണിയും ഉള്ളതുകൊണ്ട് അലക്കാനും തുണിയെ വിരിച്ചിടാനും ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സൊക്കെ പൊതിഞ്ഞു കൊടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ് പകുതി ആയപ്പോൾ മുതലേ ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് മുതലേ ബാഗിലേക്ക് വയ്ക്കും എടുക്കും. ഇത് എത്രാമത്തെ തവണ എടുക്കണമെന്ന് അറിയില്ല. അങ്ങനെ പെൻസിൽ പോച്ചില്ല, പെൻസിലുണ്ടോ, പേന ഉണ്ടോ, ഇതെല്ലാം നോക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായിട്ടോ. അങ്ങനെ മോളും കണ്ണെഴുതി യാത്രയാവുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. ഓട്ടോ എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കുക കേട്ടോ. ഇവരിങ്ങനെ സന്തോഷമായിട്ട് പോകുമ്പോഴും ഇവരിങ്ങനെ യാത്രയൊക്കെ അയക്കുമ്പോഴുമുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ. ഈ ഒരു ഫീലൊക്കെ നമുക്ക് ഇപ്പോൾ തോന്നുമ്പോൾ ആ പഴയ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരും കേട്ടോ. നമ്മുടെ അമ്മമാർ നമ്മളെ യാത്രയൊക്കെ വിടുമ്പോഴും വൈകിട്ട് ഒരു ഇച്ചിരി നേരം കാണാതാവുമ്പോഴും ഒരു മഴക്കാറ് കണ്ടാൽ പോലും വിഷമിച്ചിരിക്കുന്ന അമ്മമാരുടെയൊക്കെ വിഷമങ്ങളും ഫീലിങ്സൊക്കെ ഇപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. അങ്ങനെ ഞാനും ഫുഡൊക്കെ ഉണ്ടാക്കി വീട്ടിലെ പണിയൊക്കെ ഒതുക്കി ഞാനും ഷോപ്പിലേക്ക് പോവുകയാണ്. ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷം. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.